ഒരു പിടി ഉഴുന്നും ഒരു 8-10 ബദാമും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കഴുകി വെച്ച് പാലങ്ങ് കുതിർക്കാൻ വെച്ചോട്ടോ. ഫ്രിഡ്ജിനകത്ത് വേണം കുതിരാൻ വെക്കാനായിട്ട് കേട്ടോ, പുറത്ത് വെക്കരുത്. ഒരു 2-3 മണിക്കൂറോളം കുതിർത്തതിന് ശേഷം നമ്മളതിൻ്റെ ബദാം അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരയ്ക്കണേക്ക് മുന്നായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്നല്ലേ, ഇതെന്താണോ ഇത് ഉപയോഗിച്ചാൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും. മാത്രമല്ല പിഗ്മെൻറ്റേഷനും പാടുകളും ഇതെല്ലാം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഫെയ്ഡ് ഔട്ട് ആക്കി നമ്മുടെ സ്കിൻ ടോൺ ഒരു 2-3 ഷെയ്ഡ്സ് നന്നായിട്ട് ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൂട്ടാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് അരച്ച് നമ്മളത് സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിന്ന് കുറച്ചങ്ങ് മാറ്റി നമ്മൾ വേറൊരു ബൗളിനകത്തേക്ക് മാറ്റി കൊടുത്ത് അതിനകത്തേക്ക് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനസ് ഓർഗാനിക്കിൻ്റെ സാഫ്രോൺ അലോവേറ ജെൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നീട് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന എക്സ്ട്രാക്റ്റ് ഉണ്ടല്ലോ, അത് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് ഓയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ഓയിലോ അല്ലെങ്കിൽ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ള കൂട്ട് ഞാൻ ഇതുപോലെ ഐസ് റോളറിനകത്തേക്ക് അങ്ങ് സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വെക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ക്രീം പാക്ക്. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ ഇതങ്ങ് ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് അപ്ലൈ ചെയ്യാനായിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ ഇത് കുരു വരില്ല എന്നുറപ്പുള്ളവർ മാത്രം ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടൊരു ജെല്ലോ ക്രീമോ അപ്ലൈ ചെയ്യാനും മറക്കരുത്.